നാണയത്തുട്ടുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു ഫാമിലി ടൂറാണ് ഉദ്ദേശിക്കുന്നത്. അതിരാവിലെ 4:30 മണിക്ക് ഞങ്ങൾ വയനാട്ടിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അതിരാവിലെ ആയതുകൊണ്ടാണ് ഫിലിം എല്ലാം വളരെ മങ്ങിയ നിലയിൽ കാണുന്നത്. വയനാട്ടിലേക്ക് പോകും വഴി നോളജ് സിറ്റി ഒന്ന് കയറി കണ്ട് പോകാമെന്ന് കരുതി നോളജ് സിറ്റിയിലേക്ക് ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരുന്നു. ഏതാനും നോളജ് സിറ്റിയുടെ അടുത്ത് ഞങ്ങൾ എത്താറായി. അടുത്ത് തന്നെ നോളജ് സിറ്റിയുടെ മസ്ജിദ് നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാം. വളരെ അടുത്ത് തന്നെ ആയിക്കൊണ്ട് മസ്ജിദിനെ നമുക്ക് കാണാം. ഇതിൻ്റെ അടുത്തായി തന്നെ ഒരു ബസ് സ്റ്റാൻഡും ഇതിലുണ്ട്. ആ ബസ് സ്റ്റാൻഡിൽ ടൂറിസ്റ്റുകളൊക്കെ എല്ലാം വന്ന് ആ ബസ് സ്റ്റാൻഡിൽ വണ്ടികളൊക്കെ നിർത്തിയിട്ട് എല്ലാവരും അവിടെ ഭക്ഷണം കഴിക്കാനും എല്ലാ സൗകര്യവും അവിടെ ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും മറ്റ് ബസ്സുകളൊക്കെ അവിടെ വന്ന് ടൂറിസ്റ്റുകാരൊക്കെ വന്ന് അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് പോകാനൊരുങ്ങി. മസ്ജിദിലേക്ക് പ്രവേശിച്ചതാണ് മസ്ജിദിൻ്റെ പ്രവേശന കവാടം. 4 ഗേറ്റുകളാണ് മസ്ജിദിൻ്റെ ഉള്ളിലുള്ളത്. ഒന്ന് മക്ക ഗേറ്റ്, 2 യമൻ ഗേറ്റ്, മദീന ഗേറ്റ്, ടാൻ ഗേറ്റ്, ഇങ്ങനെ 4 ഗേറ്റുകളാണുള്ളത്. ടാനന്മാർക്ക് എന്ന കമ്പനിയാണ് ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. അസർ നിസ്കാരത്തിന് ശേഷം 2 മണിക്കൂറും സാറ്റർഡേ സൺഡേ രാവിലെ 9:45 to 11:15 വരെ സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനമുണ്ട്. ഇവിടെ ടർഫും ജിംനേഷ്യവും സ്വിമ്മിംഗ് പൂളും എല്ലാം ഉണ്ട്. ഞങ്ങൾ മസ്ജിദിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കറങ്ങി. 2 സൈഡുകളിലും കടകളാണ്. അതിരാവിലെ ആയതുകൊണ്ട് കടകളൊന്നും തുറക്കുന്നതേ ഉള്ളൂ. 2 സൈഡുകളും എല്ലാ സമയത്തും വളരെ തിരക്ക് കൂടിയ സ്ഥലമാണ്. ഞങ്ങൾ അതിരാവിലെ ആയതുകൊണ്ട് ഇവിടെ ആളുകൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. കടകളൊന്നും തുറന്നിട്ടില്ല. നമുക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളും ഇവിടെ കടകളിലുണ്ട്. ഞങ്ങൾ പള്ളിയുടെ അടുത്ത് മുകളിലേക്ക് കയറാൻ ഒരുങ്ങി. സെക്യൂരിറ്റി എൻ്റെ വീൽ ചെയർ ഒന്ന് മാറ്റി അടുത്തൊരു വീൽ ചെയറിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മസ്ജിദിൻ്റെ ഉള്ളിലേക്കല്ലേ. ഞങ്ങൾ മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. സെക്യൂരിറ്റിയോട് കുശലം പറഞ്ഞ് മുന്നോട്ട് നീങ്ങി. ഇതാണ് മസ്ജിദിൻ്റെ ഉൾഭാഗം. ഇവിടെ 25,000 ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ആകാര ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. അത് എത്ര കണ്ടാലും അതിനെ വർണ്ണിക്കാൻ കഴിയില്ല. അത് കണ്ട് തന്നെ മനസ്സിലാക്കണം. എല്ലാവരും ഒഴിവ് ടൈമുകളിൽ ഒന്ന് വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്യണം. ഞങ്ങൾ മസ്ജിദിൻ്റെ ഓരോ ഭാഗങ്ങളും നോക്കിക്കണ്ട് ക്യാമറമാനോട് ചെറിയ നിർദ്ദേശങ്ങളൊക്കെ നൽകി മുന്നോട്ട് നീങ്ങി.
വെക്കേഷനിൽ അടിച്ചു പൊളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. വെള്ളിയാഴ്ച ദിവസം വരുന്ന എല്ലാവർക്കും ഉച്ചഭക്ഷണം ഒരു ഇറച്ചിച്ചോറ് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു പ്രത്യേകതരം മരുന്ന് ചേർത്ത കഞ്ഞി ഇവിടെ ഉണ്ട്. എല്ലാവർക്കും അത് ഫ്രീ ആണ്. മക്ക ഗേറ്റാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ്. യുനാനി മെഡിക്കൽ കോളേജ് ഇവിടെ ഉണ്ട്. 4 സ്റ്റാർ ഹോട്ടലും ഇവിടെ ഉണ്ട്. വയനാട് പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ പള്ളിയിൽ അധിക സമയം നിന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് പെട്ടെന്ന് ഞങ്ങൾ പോന്നു. പള്ളിയുടെ പുറം ഭാഗത്തെത്തി ഞങ്ങൾ പള്ളിയോട് വിട പറഞ്ഞു. ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. നോളജ് സിറ്റിയുടെ പല കാഴ്ചകളും ഇതിൽ ചേർക്കാനുണ്ട്. ഞങ്ങൾ സമയം ഇല്ലാത്തതിൻ്റെ പേരിൽ ഒന്നും ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് മസ്ജിദ് ചുറ്റിക്കറങ്ങി കാണാൻ ഒരു ട്രക്ക് വണ്ടി ഇവിടെ ഉണ്ട്. അതിൽ കയറി എല്ലാവർക്കും മസ്ജിദ് ചുറ്റിക്കറങ്ങി കാണാവുന്നതാണ്. ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.